ആ, ഏതായാലും കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിലൊക്കെ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നു. അതായത് തറാവീഹ് നിസ്കരിക്കാത്തവർ നരകം ഭയപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, നരകത്തിൽ പോകും തറാവീഹ് നിസ്കരിച്ചില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റൊക്കെ കണ്ടിരുന്നു. സത്യത്തിൽ എനിക്കതിനെപ്പറ്റി ഞാൻ ശരിക്ക് പഠിച്ചിട്ടില്ല കേട്ടോ. എന്നാലും ഇങ്ങനെയൊക്കെ അത് നോക്കിയപ്പോൾ ഇങ്ങനെ മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ, തറാവീഹ് നിസ്കാരം സുന്നത്ത് നിസ്കാരമാണ്. അത് റമദാനിൽ മാത്രം പ്രത്യേകമായി സുന്നത്തുള്ളൊരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. ഞാൻ നിസ്സാരാക്കി പറയില്ല. തറാവീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ റമദാൻ മാസം മാത്രം പ്രത്യേകമായി സുന്നത്തുള്ള ഒരു നിസ്കാരമാണ് തറാവീഹ് നിസ്കാരം. അപ്പോൾ അത് നിസ്കരിച്ചില്ല എന്ന് വെച്ചിട്ട് നരകത്ത് പോകുന്ന അങ്ങനെ ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അത് ആരെങ്കിലും റിപ്പോർട്ട് കണ്ടുകൊടുത്ത് ശരിയായ രീതിയിൽ നോക്കാതെയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വായിക്കാതെയോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. എന്തായാലും ഇരിക്കട്ടെ. അപ്പോൾ അത് ഈ തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിക്കും വേണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി നിസ്കരിക്കുകയാണെങ്കിൽ 20 നിസ്കരിക്കുക. അതല്ലെങ്കിൽ ഉസ്താദ്മാരൊക്കെ പറഞ്ഞിട്ട് ചുരുങ്ങിയത് 12 റക്അത്തെങ്കിലും നിസ്കരിക്കണം. 4, 8, 12 അങ്ങനെയൊക്കെ 12 റക്അത്തെങ്കിലും നിസ്കരിക്കണം. അങ്ങനെ കൊണ്ട് വെക്കേണ്ട അത്ര നിസ്കരിച്ചാൽ മതി. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, തറാവീഹ് നിസ്കാരം 11 റക്അത്തേ ഉള്ളൂ, 8ഉം 3ഉം ആണ് എന്ന് പറയാൻ പാടില്ല. അപ്പോഴാണ് പ്രശ്നം വരിക. കാരണം അത് ഇസ്ലാമിന് എതിരാണ് ആ പറച്ചിൽ. അങ്ങനെ തന്നെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8ഉം 3ഉം 11 റക്അത്തേ നിസ്കരിച്ചിട്ടുള്ളൂ, അപ്പോൾ നമ്മൾ അത്ര നിസ്കരിച്ചാൽ മതി, തറാവീഹ് എന്ന് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8ഉം 3ഉം 11 നിസ്കരിച്ചിട്ട് നിസ്കാരമുണ്ട്. അത് റമദാനിലും അല്ലാത്തപ്പോഴും നിസ്കരിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഈ തറാവീഹ് ആവില്ലല്ലോ. കാരണം 8ഉം 3ഉം 11 നിസ്കരിച്ച നിസ്കാരം അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് റിവായത്ത് ചെയ്ത ഹദീസ് എല്ലാവരും പറഞ്ഞ ഹദീസ് എല്ലാവർക്കും അറിയും ചെയ്യും. അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഫി റമദാനിൻ ഔ ഗൈരിഹ എന്നുണ്ട്. റമദാനിലും അല്ലാത്തപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ തറാവീഹാണ് ആ നിസ്കാരം എന്നുള്ള ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാനും പാടില്ല. തറാവീഹ് നിസ്കാരം 20 തന്നെയാണ്. അത് സുന്നത്ത് നിസ്കാരമാണ്. അത് ഉപയോഗിക്കണവർക്ക് നിസ്കരിക്കുക, അല്ലാത്തവർക്ക് നിസ്കാരം. അത് നിർബന്ധമുള്ള നിസ്കാരമല്ലല്ലോ. നിർബന്ധമുള്ള നിസ്കരിച്ചോളി, അതിന് വേറെ കിട്ടും. ഇത് നിസ്കരിച്ചാലും വേറെ കൂലി കിട്ടും. പക്ഷേ ഇത് 11 ഉള്ളൂ എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ഇസ്ലാമിന് എതിരായ നിയമമാണ്. ഞാൻ അങ്ങനെയാണോ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നരകം ഉറപ്പന്നെയാണ്. കാരണം ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറയാനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി കളവും പറയാനുള്ള, ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി കളവും പറയാനുള്ളൂ. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് പറഞ്ഞിക്കാണ്ട് പറയാത്തൊരു കാര്യം അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കളവല്ലേ. അപ്പോൾ അതൊക്കെ അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ അത് നരകം തന്നെയാണ് അതിനുള്ള ശിക്ഷ ഉണ്ടാവുക. അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ തറാവീഹ് നിസ്കരിച്ചില്ല വെച്ചിട്ട് നരകം കിട്ടുമെന്നൊന്നും പറയാൻ പാടില്ല. അത് സുന്നത്താണ്. സുന്നത്തായ കാര്യം നമ്മൾ ചെയ്താൽ നമുക്ക് കൂലി ഉണ്ടാവും. അത് ഉപേക്ഷിച്ചിട്ട് അതിന് ശിക്ഷയൊന്നുമില്ല. നേരെ മറിച്ച് ഹറാമായ കാര്യം ചെയ്താൽ ശിക്ഷ ഉണ്ട്, അത് ചെയ്തില്ലെങ്കിൽ കൂലിയുണ്ട്. നിർബന്ധമായ കാര്യം ചെയ്താൽ കൂലിയുണ്ട്, ഉപേക്ഷിച്ച ശിക്ഷയുണ്ട്. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾക്കാർക്കെങ്കിലും അതിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പറയുകയും ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ന മാർക്കാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞ് തിരുത്തുകയൊക്കെ ചെയ്യുക, അതിന് യാതൊരു കുഴപ്പമില്ല. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതും പറയാം. അതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അഭിപ്രായങ്ങളെല്ലാം പറയേണ്ടത്, അഭിപ്രായ വ്യത്യാസങ്ങളാണ് പറയേണ്ടത്. ഇപ്പം എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും പറയുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പറയാൻ മനസ്സിലാക്കുക. നമുക്കതിനെ പറ്റിയൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ തറാവീഹ് പക്ഷേ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ റമദാനിൽ എന്തായാലും വലിയൊരു കോലാഹലങ്ങളൊന്നും കേൾക്കണില്ല, ആരും ഒന്നും പറയണില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതിന് മുമ്പൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ അതൊക്കെ സമ്മതിച്ചേക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 11 നിസ്കരിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ തറാവീഹ് 11 പറഞ്ഞാൽ മതി. അത് 11 ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അതിന് ഹദീസ് ഉണ്ട് എന്ന് പറയാതിരുന്നാൽ മതി. അത്രേ ഉള്ളൂ. അത് 11 നിസ്കരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും എത്ര നിസ്കരിക്കണമെന്നറിയോ? ആ 11 കൂട്ടി നിസ്കരിക്കുകയാണെങ്കിൽ തറാവീഹ് 20ഉം പിന്നെ 11, അപ്പോൾ എത്രയായി? 31 റക്അത്ത് നിസ്കരിക്കണം. നമ്മളിപ്പോൾ തൽക്കാലം 23 ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അതേക്കാലം നല്ലത്. ആയിക്കോട്ടെ.